ഇന്ന് നമുക്ക് ഉഷാ ജനോമിയിൽ എംബ്രോയ്ഡറി ചെയ്യാം. സ്റ്റിച്ച് സെലക്ടർ ഞാൻ 7 വെച്ചിട്ടുണ്ട്. ലെങ്ത്ത് ഞാൻ 4 വെച്ചേക്കണത്. സാധാരണ ചെയ്യണ പോലെ തന്നെ പ്രസ് ഫൂട്ടും അതിൻ്റെ ഹോൾഡറും നമ്മുടെ പല്ലും താത്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രീ ഹാൻഡായിട്ട് ചുമ്മാ ഒരു ഫ്ലവർ വരച്ചെടുത്തിട്ടുണ്ട്. ആദ്യമേ അതിൻ്റെ മുകളിലൂടെ നമ്മൾ ആ ഔട്ട്ലൈൻ ഭാഗത്തുകൂടി മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ കുറച്ചധികം വലിപ്പമുള്ളതാണ്. ഞാൻ കൈ കൊണ്ട് വരച്ചപ്പോഴത്തേക്കും ജസ്റ്റ് അങ്ങനെ ആയിപ്പോയിന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഓരോ എതിരുകളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്പീഡിൽ വലിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ലെങ്ത്ത് കൂടി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ തുടക്കമാകുമ്പോഴത്തേക്കിനും നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും സ്പീഡിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ പെറ്റലായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് സെലക്ടർ നമ്മുടെ ബട്ടൺ ഹോളിൻ്റെ സ്റ്റിച്ച് സെലക്ടർ സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് 0 കൂടി വെച്ചതിന് ശേഷം അതിൻ്റെ ഔട്ട്ലൈനും കൂടി നമ്മൾ ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് എംബ്രോയ്ഡറി കിട്ടുവേ. എല്ലാ പെറ്റലും കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ബോർഡറും കൂടി ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം. എൻ്റെ മെഷീൻ വന്നിട്ട് ഉഷാ ജനോമി അല്ലിയറാണ്. പിന്നെ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും പ്രസ് ഫുട്ട് താത്താനായിട്ട് ശ്രദ്ധിക്കണം. പ്രസ് ഫുട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കിനും താത്തി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നൂല് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ലെങ്ത് ഇട്ടിരിക്കുന്നത് 0 സെലക്ടർ നമ്മുടെ ബട്ടൺ ഹോളിൻ്റെ സെലക്ടറാണ് കേട്ടോ സെലക്ട് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് സെലക്ടറാണ് ചെയ്തേക്കുന്നത്. അതിന് ശേഷം നമ്മൾ ആ ഫ്ലവറിൻ്റെ ഔട്ട്ലൈനിലൂടെ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നും. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കിനും ഞാനിപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ടത് ട്രൈ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് തന്നെ ഇത് തന്നെ ഏകദേശം നല്ല വൃത്തിയിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലവറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫ്ലവറിൻ്റെ ഷേപ്പ് ചില പെറ്റൽസ് വലുതും ചെറുതൊക്കെയാണ്. നമ്മൾ കൈ കൊണ്ട് വരച്ചുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഹാർട്ട് ഷേപ്പും കൂടി വരച്ചെടുക്കുന്നുണ്ട്. ഹാർട്ട് ഷേപ്പ് ഇതുപോലെ തന്നെ ഒരു ചെറിയ വളമൊക്കെയുള്ള ഹാർട്ട് ഷേപ്പാണ് കേട്ടോ ഞാൻ വരച്ചപ്പോഴത്തേക്കും കിട്ടിയത്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അതും ഫിനിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ആദ്യം നമ്മൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങുക. അതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഫില്ല് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ കിട്ടും കേട്ടോ. നമ്മൾ നോർമൽ എംബ്രോയ്ഡറി ചെയ്യുന്നത് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ അതാ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെയും ഔട്ട്ലൈൻ നമ്മുടെ ബട്ടൺ ഹോളിൻ്റെ ആ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബട്ടൺ ഹോളിൻ്റെ സ്റ്റിച്ച് വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ സെലക്ടർ 0 വയ്ക്കുക. എന്നിട്ട് നമ്മുടെ റിങ് അഡ്ജസ്റ്റ് ചെയ്ത് നീക്കി കൊടുക്കുക. റിങ്ങിൽ നമ്മുടെ തുണി നല്ലപോലെ ടൈറ്റായിട്ട് ഇട്ടതിന് വേണ്ട ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന വൃത്തിയിൽ ഇത് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചുളുങ്ങിയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എംബ്രോയ്ഡറി. എങ്ങനെയുണ്ടെന്ന് പറയണേ.